പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ആകുന്നതോടുകൂടി അവരുടെ തന്നെ ലൈഫ് മാറുകയാണ്. അവർ പിന്നെ പ്രശ്നങ്ങൾ കേൾക്കാൻ തുടങ്ങുക. വാർഡിലെ, പഞ്ചായത്തിലെ, മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഒരു വനിതാ ജനപ്രതിനിധിയാണെങ്കിൽ അനുഭവം കൊണ്ട് പറയണം, അവർ കൂടുതൽ സ്ത്രീകൾ നമ്മളുടെ അടുത്തേക്ക് വരും. അവരുടെ കണ്ണീരിൻ്റെ കഥകൾ പറയാൻ വേണ്ടി വരും. അങ്ങനെയാണ് 2010 ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് ആദ്യമായി മത്സരിക്കുന്നത്. അതിനുശേഷമാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു ഗവേഷണ ചിന്ത കടന്നു വന്നത്. അതിനുശേഷമാണ് ഗവേഷണം നടത്താൻ തുടങ്ങിയത്. ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾക്കുണ്ട്. അത് കേൾക്കാൻ ഒരു ജനപ്രതിനിധി വനിതയായിട്ടുണ്ടാവുമ്പോൾ അത് ആ സമൂഹത്തിനൊരു അസറ്റാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ നമ്മളോട് പറയുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ. അതിന് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നിരുന്ന KP മറിയുമ്മ മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പഠിക്കാൻ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഒരുപാട് കാഴ്ചപ്പാടുകളുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇവരൊക്കെ പറഞ്ഞതിനോട് ചേർത്ത് പറയുമ്പോൾ ഇപ്പോഴും ചിലരൊക്കെ ഇപ്പോഴും പറയാറുണ്ട്, ഇവർക്കിത് കൊടുത്തതേ കുടുങ്ങി എന്ന് പറയുന്ന ഒരു വിഭാഗം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ആരാണ് ഈ കൊടുത്തത്? ഞാൻ അവരോട് പറയാറുള്ളത്, ഇതാരും കൊടുത്തതല്ല, ആരൊക്കെയോ 2010 മുമ്പ് തടഞ്ഞു വെച്ചു. 2010 മുമ്പ് ഇത് വേറെ ആരൊക്കെയോ തടഞ്ഞു വെച്ചു. അത് ഒരാളുടെ ഔദാര്യമായിട്ട് കിട്ടിയതല്ല ഈ ജനപ്രതിനിധികൾക്ക്. അത് മനസ്സിലാക്കുന്ന ഒരു സമൂഹം, ഞങ്ങൾ കൊടുത്തതാണ്, ഇത് ഞങ്ങളുടെ ഔദാര്യമാണ്, ഈ സ്ത്രീകളെ ഇങ്ങോട്ട് വരുത്തേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഇപ്പോഴും ചിന്തിക്കുന്ന കുടില ചിന്താഗതിക്കാരുണ്ട്. അവരെവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെയൊന്നും അല്ല. ഇന്നത്തെ കാഴ്ചപ്പാട് ഇൻ്റർനെറ്റുകളിലാണ്. നമ്മുടെ കാഴ്ചകൾ അതിലൂടെയാണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൂടെയും ത്രെഡ്സിലൂടെയും ഒക്കെ, ഫേസ്ബുക്കും വാട്സപ്പൊക്കെ കുറേ ഔട്ടായി തുടങ്ങി. അങ്ങനെ പോകുമ്പോൾ മുമ്പത്തെ കാഴ്ചകൾ എവിടെയായിരുന്നു? ജനലുകൾക്ക് പകരം ജനവാതിലുണ്ടല്ലോ, വീടിൻ്റെ ജനൽ തുറന്നാൽ നമുക്ക് അപ്പുറത്തേക്ക് വിശാലമായിട്ട് കാണാം. അതിനു പകരം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും, അകത്തളങ്ങളിലെ മത്താരനുണ്ട്. ജനലിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്ത ചെറിയ മത്താരനുകൾ, വലിയ വലിയ തറവാടുകളിൽ അന്നത്തെ സ്ത്രീകളുടെ കാഴ്ചകൾ അത്രയും പരിമിതമായിരുന്നു. അവരതിലൂടെ നോക്കുമ്പോൾ എവിടെ വരെയും കാണാം, അത്ര ഉണ്ടായിരുന്നുള്ളൂ അവരുടെ കാഴ്ചകൾ. അവിടുന്ന് പിന്നെ അത് ജനലുകൾക്ക് വഴിമാറി. അതും കഴിഞ്ഞ് ഇപ്പോൾ കർട്ടനില്ലാത്ത ജനലുകളായി. ഇപ്പോൾ നമ്മുടെ കൈകളിൽ ഒതുങ്ങുന്ന, ലോകം ഒതുങ്ങുന്ന രീതിയിലേക്ക് സ്ത്രീ കാഴ്ചപ്പാടുകൾ മാറി. അതിന് തീർച്ചയായിട്ടും പൊളിറ്റിക്സിലേക്കുള്ള സ്ത്രീകളുടെ എൻട്രി തക്കതായ കാരണമായിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല.